മൊഡ്യൂൾ 3-ലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്, ഷാലോ ഫൗണ്ടേഷൻസ്. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു കാര്യം പഠിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൗണ്ടേഷനാണ്. ബേസിക്കലി 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ചാപ്റ്റർ 2 ആയിട്ടും സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ 3 ആയിട്ടുമാണ് പഠിക്കുന്നത്. ഓക്കെ, സോ എന്താണ് ഷാലോ ഫൗണ്ടേഷൻ, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനേഷന് പ്രീവിയസ് ഇയറിലെല്ലാം ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഫൗണ്ടേഷൻ വിത്ത് ടൈപ്സ് ആൻഡ് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലാവും. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ 2 ക്ലാസിഫിക്കേഷൻസ്, ഷാലോ ഫൗണ്ടേഷൻസ് ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻസ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഷാലോ ഫൗണ്ടേഷനാണ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് ഫൗണ്ടേഷനാണ്. സോ ബേസിക്കലി എന്താണ് ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്നുള്ളത് നോക്കാം. ഓക്കെ, വെൻ ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ വിഡ്ത്ത്, ദെൻ ദേ ആർ കാൾഡ് ഷാലോ ഫൗണ്ടേഷൻസ്. ഒന്നുകൂടെ പറയാം, വെൻ ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വിഡ്ത്ത്. ഫൗണ്ടേഷൻ്റെ ഡെപ്ത്ത് അതിൻ്റെ വിഡ്ത്തിന് ഈക്വലോ അല്ലെങ്കിൽ അതിലും കുറവോ ആണെങ്കിൽ അത്തരം ഫൗണ്ടേഷനെയാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ ഡെപ്ത്ത് വിഡ്ത്തിനേക്കാൾ കുറവോ അല്ലെങ്കിൽ ഈക്വലോ ആയാൽ അതിനെയാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുക. ഡീപ്പ് ഫൗണ്ടേഷൻസ് ഹാവ് ഡെപ്ത് മോർ ദാൻ വിഡ്ത്ത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അതായത് ഡെപ്ത്ത് അതിൻ്റെ വിഡ്ത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നും വിളിക്കും. സോ അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യം. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഡെപ്ത്ത് വിഡ്ത്തിനേക്കാളും കുറവോ ഈക്വലോ ആയിരിക്കും. ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഡെപ്ത്ത് അതിൻ്റെ വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, സോ ഷാലോ ഫൗണ്ടേഷനെ നമുക്ക് ഓപ്പൺ ഫൗണ്ടേഷൻ എന്ന് കൂടെ വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിലും കൂടെ അതിനെ അറിയപ്പെടാറുണ്ട്. സോ മേ ബി ഓപ്പൺ ഫൗണ്ടേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ തന്നെയാണ് എഴുതേണ്ടത്. ബിക്കോസ് ഇറ്റ് ഈസ് നോർമലി കൺസ്ട്രക്റ്റഡ് ബൈ വേ ഓഫ് ഓപ്പൺ എക്സ്കവേഷൻ. ഓപ്പൺ ഫൗണ്ടേഷൻ എന്ന് പറയാനുള്ള കാരണം അത് നമ്മൾ യൂഷ്വലി ഓപ്പൺ എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് നമ്മൾ കുഴിച്ച് മാറ്റിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എക്സ്കവേഷൻ എന്ന് പറയുന്നത്, സോയിൽ എക്സ്കവേഷൻ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത്. സോ അത്തരത്തിൽ ഓപ്പൺ എക്സ്കവേഷൻ ചെയ്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫൗണ്ടേഷനെയാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ ലോവർ പാർട്ട് ഓഫ് ദ സൂപ്പർ സ്ട്രക്ചർ സപ്പോർട്ടഡ് ബൈ ഇറ്റ്. സൂപ്പർ സ്ട്രക്ചറിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് ലോവർ പാർട്ടായിട്ട് ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുന്ന പാർട്ടാണ് ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെ നമ്മൾ ഫൂട്ടിംഗ് എന്നും വിളിക്കാറുണ്ട്. ഫൂട്ടിംഗ് ഈസ് ദി അനദർ ടേം വിച്ച് ഓഫൺ യൂസ്ഡ് അലോങ് വിത്ത് ഫൗണ്ടേഷൻ. ഓക്കെ, സോ ഇതിനെ തന്നെ നമ്മൾ ഫൂട്ടിംഗ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചറിന് ഇമ്മീഡിയറ്റ്ലി ബിലോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഷാലോ ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, എ ഫൂട്ടിംഗ് ഈസ് എ ഫൗണ്ടേഷൻ യൂണിറ്റ് കൺസ്ട്രക്റ്റഡ് ഇൻ മാസണറി ഓർ കോൺക്രീറ്റ് അണ്ടർ ദ ബേസ് ഓഫ് കോളം ഓർ വാൾ. സോ ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്പ്രെഡ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ മാസണറി ഓർ കോൺക്രീറ്റ്. കോൺക്രീറ്റിലോ മാസണറി വർക്കിലോ ഡെവലപ്പ് ചെയ്ത ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ, കോളം അല്ലെങ്കിൽ വാളിൻ്റെ എല്ലാം ബോട്ടത്തിൽ അതിൽ നിന്നുള്ള ലോഡിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഫൗണ്ടേഷനെയാണ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എ ഫൗണ്ടേഷൻ മേ ഹാവ് 1 or more ഫൂട്ടിംഗ്. ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒന്നോ അതിലധികമോ ഫൂട്ടിങ്സ് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ബേസിക് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദി വേരിയസ് ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻ എന്നുള്ളതാണ്. ഏകദേശം ഒരു 8 ക്ലാസിഫിക്കേഷൻസ് ആണ് ഷാലോ ഫൗണ്ടേഷൻ വരുന്നത്. ഈ 8 തരവും ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. മിനിമം ഒരു 5 എണ്ണമെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് 8 എണ്ണം. ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്, വാൾ ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്,
കമ്പൈൻഡ് ഫൂട്ടിംഗ്, കണ്ടിന്യൂസ് ഫൂട്ടിംഗ്, കാൻഡിലിവർ ഫൂട്ടിംഗ്, ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ്, ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ. സോ മൊത്തം 8 ടൈപ്സ് ഓഫ് ഷാലോ ഫൗണ്ടേഷൻസ് ആണ് വരുന്നത്. അവ ഏതൊക്കെയാണെന്നാണ് കാണിച്ചിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്. ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ കോളം ടു ട്രാൻസ്ഫർ ദ ലോഡ് സേഫ്ലി ടു ദ സോയിൽ ബിനീത്ത്. കോളം അല്ലെങ്കിൽ പില്ലറിന് നേരെ താഴത്ത് ഫൗണ്ടേഷനായിട്ട് കൊടുക്കുന്ന ആ തരം ഫൗണ്ടേഷൻസിനെയാണ് ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. കോളത്തിന് താഴെ കൊടുക്കുന്ന ഫൗണ്ടേഷന് സിംപ്ലി കോളം ഫൂട്ടിംഗ് ഓർ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് നമുക്ക് വിളിക്കാം. പർപ്പസ് എന്ന് പറയുന്നത് കോളത്തിലൂടെ വരുന്ന ലോഡിനെ സേഫായിട്ട് ലോഡിനെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, when the load on the column is less, spread is given under the column. This is called isolated footing. The footing can be of various types as shown in figure. അതായത് നമ്മൾ പറഞ്ഞ പോലെ കോളത്തിലൂടെ വരുന്ന ലോഡിൻ്റെ ബേസിലാണ് ഈ ഒരു ഫൂട്ടിംഗ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. സോ ലോഡിങ് കുറവാണെങ്കിൽ നമുക്ക് സ്പ്രെഡ് ടൈപ്പ് ഫൂട്ടിംഗ് കൊടുക്കാം എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് എന്ന് പറയുന്നത് പഠിക്കാനുണ്ട്. അതായത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പിൽ കുറച്ച് സബ് ടൈപ്സ് ഉണ്ട്. സോ അത് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഫിഗർ വെച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സോ എ സിമ്പിൾ ഫൂട്ടിംഗ് മേ ബി അഡോപ്റ്റഡ് ഫോർ ലൈറ്റ് ലോഡ്. സോ നോർമലി വരുന്ന ലോഡ് കുറവാണെങ്കിൽ നമുക്കൊരു സിമ്പിൾ ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സ്റ്റെപ്ഡ് ഓർ സ്ലോപ്ഡ് ഫൂട്ടിംഗ് മേ ബി അഡോപ്റ്റഡ് ഫോർ മീഡിയം ആൻഡ് ഹെവി ലോഡ്. ലോഡ് കുറച്ചുകൂടെ കൂടുകയാണെങ്കിൽ, മീഡിയം അല്ലെങ്കിൽ ഹെവി ലോഡ് ആവുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ടൈപ്പ് അല്ലെങ്കിൽ സ്ലോപ്പ് ടൈപ്പ് ഫൂട്ടിംഗ് കൊടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. സോ ഇൻ എ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ദ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് ഇസ് ഗ്രാജുവലി അറ്റൈൻഡ്. The footings are constructed in stone masonry, brickwork and concrete or combination of this. Masonry വർക്കിൽ, സ്റ്റോൺ masonry വർക്കിലോ ബ്രിക്ക് കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റിലോ എല്ലാം നമ്മൾ ഈ ഒരു ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. 3 തരത്തിലുള്ള ഫൂട്ടിംഗ് ആയിട്ടാണ് നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ഫൂട്ടിംഗ്, സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്, സ്ലോപ്ഡ് ഫൂട്ടിംഗ്. സോ ലോഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റെപ്ഡ് അല്ലെങ്കിൽ സ്ലോപ്ഡ് ഫൂട്ടിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഫിഗേഴ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഫൗണ്ടേഷൻ്റെ പ്ലാനും അതുപോലെ എലിവേഷനുമാണ്. പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടോപ്പിൽ നിന്നും താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. എലിവേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് വൺ സിമ്പിൾ ഫൂട്ടിംഗ്. സിമ്പിൾ ഫൂട്ടിങ്ങിൻ്റെ പ്ലാൻ നോക്കി നിങ്ങൾക്ക് 2 റെക്റ്റാങ്കിൾസ് കാണാം. അതിൽ സെൻറ്ററിലുള്ള റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയറിൽ നമ്മളൊരു ഹാച്ചിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എലിവേഷൻ, അതിന് നേരെ മുകളിൽ കാണിച്ച എലിവേഷനിൽ ബോട്ടം കാണുന്ന റെക്റ്റാങ്കിളാണ് ബേസിക്കലി ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. വെർട്ടിക്കലി മുകളിലേക്ക് കാണുന്ന ആ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളമാണ് ആക്ച്വലി. സോ കോളവും അതിന് താഴത്തുള്ള ഒരു സിംഗിൾ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഫൂട്ടിങ്ങുമാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാം, പ്ലാനിൽ ഒരുപാട് റെക്റ്റാങ്കിൾസ് കാണാൻ സാധിക്കും. ഫസ്റ്റത്തേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എലിവേഷനിലേക്ക് നോക്കി നിങ്ങൾക്ക് എന്താണ് ആ ഓരോ റെക്റ്റാങ്കിൾസും എന്നുള്ളത് മനസ്സിലാവും. അതായത് സ്റ്റെപ്പ്ഡ് ആയിട്ടാണ് ആ ഫൂട്ടിങ്സ് പോയിട്ടുള്ളത്. മുകളിൽ കാണുന്ന റെക്റ്റാങ്കുലർ പീസ് എന്ന് പറയുന്നത് കോളമാണ്, അതിൻ്റെ താഴത്തേക്ക് സ്റ്റെപ്പ്ഡ് ആയിട്ടുള്ളത് ആ ഒരു ഫൂട്ടിംഗ് ആണ്. സോ അതിനെ നമ്മൾ സ്റ്റെപ്പ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ദെൻ ലാസ്റ്റ് വൺ സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണ്. പ്ലാനിൽ നമുക്ക് ചെറിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ആ റെക്റ്റാങ്കിൾസ് തമ്മിൽ കണക്റ്റഡ് ആയിട്ട് കാണാൻ സാധിക്കും. സോ അത് മറ്റൊന്നും കൊണ്ടല്ല, ആ സ്ലോപ്പിംഗ് സർഫസിനെ പ്ലാനിൽ കാണിക്കുന്ന മെത്തേഡാണത്. സോ അതിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ലോപ്ഡ് ഫൂട്ടിംഗ് ആണ് തേർഡ് വൺ എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, സോ എക്സാമിനേഷൻ ഐസൊലേറ്റഡ് ഫൂട്ടിങ്ങിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ എക്സാമിന് എഴുതാൻ വരുമ്പോൾ എന്താണ് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, എന്താണ് അതിൻ്റെ പർപ്പസ്, യൂഷ്വലി എവിടെയാണ് കൊടുക്കുന്നത് എന്ന് എഴുതാം. ദെൻ അതിന് 3 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. സിമ്പിൾ, സ്റ്റെപ്ഡ്, സ്ലോപ്ഡ് എന്ന് പറയാം. ദെൻ അതിൻ്റെ ഫിഗേഴ്സ് വരയ്ക്കുക. സോ ഫിഗർ വരയ്ക്കുമ്പോൾ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ പ്ലാൻ, നേരെ മുകളിൽ എലിവേഷൻ. അതുപോലെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് ആണെങ്കിൽ അതിൻ്റെ പ്ലാൻ, അതിൻ്റെ എലിവേഷൻ, ആ രീതിയിൽ തന്നെ വേണം വരയ്ക്കാൻ. ഓക്കെ, സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് വാൾ ഫൂട്ടിംഗ് ഓർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാളിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഫൂട്ടിങ്ങിനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. വിച്ച് ഈസ് പ്രൊവൈഡഡ് ഫോർ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് എ കണ്ടിന്യൂസ് സ്ട്രക്ചർ. ഒരു കണ്ടിന്യൂസ് സ്ട്രക്ചറിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത്തിനും നമ്മൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നോർമലി 2 തരത്തിലുള്ള ഫൂട്ടിങ്സ് ഉണ്ട്. സിമ്പിൾ സ്ട്രിപ്പ് ഫൂട്ടിങ്ങും സ്റ്റെപ്ഡ്
സ്ട്രിപ്പ് ഫൂട്ടിങ്ങും. സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഗറിൽ താഴത്ത് കാണിച്ചിരിക്കുന്ന ആ തരത്തിനെയാണ് സിമ്പിൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്റ്റെപ്പ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ സ്റ്റെപ്പായിട്ടായിരിക്കും ഫൂട്ടിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്. യൂഷ്വലി ലോഡ് ബിയറിംഗ് വാൾസിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോഡ് ബിയറിംഗ് വാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെയൊക്കെ പോലെ കല്ല് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള വാളുകളുള്ള ബിൽഡിങ്ങിനെയാണ് ലോഡ് ബിയറിംഗ് വാൾസ് എന്ന് പറയുക. അതായത് വാള് ലോഡ് ട്രാൻസ്ഫറിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള തരത്തിലുള്ള ബിൽഡിങ്സ്. സോ അത്തരം ലോഡ് ബിയറിംഗ് സെഷൻസിലാണ് ഈ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ വാൾ ഫൂട്ടിങ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. തേർഡ് വൺ ഈസ് കമ്പൈൻഡ് ഫൂട്ടിങ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. രണ്ടോ അതിലധികമോ കോളത്തിന് ഒരു സിംഗിൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ സിംഗിൾ ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ അത്തരം ഫൗണ്ടേഷനെയാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. Footing is constructed for 2 or more columns, then it is called combined footing. Okay, ഈ ഒരു കമ്പൈൻഡ് ഫൂട്ടിങ് രണ്ട് ഷേപ്പിലാണ് ബേസിക്കലി കാണാൻ സാധിക്കുന്നത്. റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ആയിട്ടും ട്രപ്പിസോയിഡൽ ഷേപ്പിലും നമുക്ക് കമ്പൈൻഡ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് ഫോർ ലിഫ്റ്റ് വെൽ കോളംസിന്, അതുപോലെ വാട്ടർ ടാങ്ക് സപ്പോർട്ടിംഗ് കോളംസിന്, ബസ് ഷെൽട്ടർ സപ്പോർട്ടിംഗ് കോളംസ്, അത്തരത്തിലുള്ള ഏരിയാസിലെല്ലാമാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിങ്സ് ബേസിക്കലി സജസ്റ്റ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാറുള്ളത്. സോ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മറ്റ് ചില കണ്ടീഷൻസും കൂടെ അവിടെ പറയുന്നുണ്ട്. ദീസ് ആർ അഡോപ്റ്റഡ് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. 2 ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് ഓവർലാപ്പിംഗ്. അതായത് മുകളിൽ നമുക്ക് 2 പില്ലറുണ്ട്. ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഗ്രൗണ്ട് ലെവലിൻ്റെ മുകളിലേക്ക് നമുക്ക് 2 പില്ലേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 പില്ലേഴ്സിന് നമ്മൾ സെപ്പറേറ്റ്ലി 2 ഫൂട്ടിങ്സ് കൊടുക്കുമ്പോൾ അത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അതായത് രണ്ടും തമ്മിൽ ഓവർലാപ്പ്ഡ് ആവുകയാണെങ്കിൽ അത് പൊസിഷനിങ് കറക്റ്റ് ആവില്ല. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് 2 പില്ലേഴ്സിനും കൂടി ഒരു സിംഗിൾ ഫൂട്ടിങ് കൊടുക്കാം. ഓക്കെ, അതാണ് ഒരു കണ്ടീഷൻ. സെക്കൻഡ് വൺ ഈസ് വെൻ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ ഈസ് ലെസ് റിക്വയറിംഗ് മോർ ഏരിയ ഫോർ ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ്. സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഇത്തരത്തിൽ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഒരുപാടധികം ഏരിയാസ് ആവശ്യമായിട്ട് വരും. സോ ആ ഒരു ഇഷ്യൂ ഒഴിവാക്കിയിട്ട് ഒരു സിംഗിൾ ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെക്കൻഡ് പ്രോബ്ലം കൂടെ അവിടെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും കമ്പൈൻഡ് ഫൂട്ടിങ്സ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് വെൻ ഫൂട്ടിങ്സ് ആർ കൺസ്ട്രക്റ്റഡ് നിയർ ബൗണ്ടറീസ് ഓഫ് ദ പ്ലോട്ട് ബൗണ്ടറിയുടെ നിയറസ്റ്റ് ആയിട്ടാണ് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ അവിടെയും നമുക്ക് പ്രിഫറബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കമ്പൈൻഡ് ആണ്. സോ ഇതാണ് ഒരു കമ്പൈൻഡ് ഫൂട്ടിങ്സിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനും. റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്. അതിൻ്റെ പ്ലാനിലാണ് മാറ്റം വരുന്നത്. അതായത് ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കേസിൽ കറക്റ്റ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് നമുക്ക് അതിൻ്റെ ഫൂട്ടിംഗ് വരുന്നത്. അതിൻ്റെ എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 2 കോളംസ് വെർട്ടിക്കലി നിൽക്കുന്നു, അതിൻ്റെ താഴത്തെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഫൂട്ടിങ്. സെക്കൻഡ് കേസ് ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ്. ട്രപ്പിസോഡൽ ഷേപ്പാണ് ബിക്കോസ് അതിൻ്റെ സൈസ് ചെറുതായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ട് വ്യൂവിൽ അല്ലെങ്കിൽ എലിവേഷനിൽ അത് നമുക്ക് മനസ്സിലാവില്ല, റെക്റ്റാങ്കിളായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ട്രപ്പിസോഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ട്രപ്പിസോഡൽ ഫൂട്ടിംഗ് ഈസ് അഡോപ്റ്റഡ് വെൻ ദ കോളം ലോഡ്സ് വാരി കൺസിഡറബിളി. കോളത്തിലുള്ള ലോഡ്സ് ഡിഫറൻറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ മുകളിലെ ഫിഗറിൽ 2 കോളംസ് ഉണ്ട്. സോ ആ 2 കോളത്തിലും 2 തരത്തിലുള്ള ലോഡിംഗ് ആണ് വരുന്നത്, 2 തരത്തിലുള്ള ലോഡ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി വരുന്നതെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ നമുക്ക് കമ്പൈൻഡ് ട്രപ്പിസോഡൽ ഫൂട്ടിങ്സ് ഉപയോഗിക്കുന്നതാണ് കൺവീനിയൻറ്റ്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് തേർഡ് ടൈപ്പായ കമ്പൈൻഡ് ഫൂട്ടിങ്ങിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് ആണ്. ആ പേരിൽ തന്നെയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് 3 അതിലധികമോ കോളത്തിന് ഒരു സിംഗിൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫൂട്ടിംഗ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, 3 or more കോളത്തിന് നമ്മൾ ഫൗണ്ടേഷനായിട്ടൊരു സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അത് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വളരെ സൂട്ടബിൾ ആണ്. നമ്മൾ നേരത്തെ പഠിച്ചു ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. സോ ഒരുപാടധികം പില്ലേഴ്സ് ഒരേ ലൈനിൽ ഉണ്ടാകുമ്പോൾ ഓരോന്നിനും സെപ്പറേറ്റ് ഫൗണ്ടേഷൻസ് ആയാൽ സെറ്റിൽമെൻറ്റിനുള്ള ചാൻസസ് കൂടും. സോ അങ്ങനെ ഒരു അൺഈക്വൽ അല്ലെങ്കിൽ അൺഈവൺ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ ഫൂട്ടിംഗ് കൊടുക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രക്ചറിനെ എർത്ത് ക്വാക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സേഫ്റ്റി അഗെയിൻസ്റ്റ് എർത്ത് ക്വാക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനും ഈ ഒരു കണ്ടിന്യൂസ് ഫൂട്ടിംഗ് യൂസ്ഫുള്ളാണ്. സോ സെയിം ഫിഗർ തന്നെ നമുക്ക് താഴത്ത് കാണാം. പ്ലാനിൽ 3 പില്ലേഴ്സാണ് ഉള്ളത്. അതിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3 പില്ലേഴ്സും അതിൻ്റെ താഴത്ത് ഫൂട്ടിങ്ങും. സോ ഇതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. 3 അതിലധികമോ കോളത്തിന് ഒരു സിംഗിൾ
റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് വെച്ചിട്ട് ഫൂട്ടിംഗ് കൊടുക്കുന്ന പരിപാടിയാണ് ഇതിൽ ചെയ്യുന്നത്. എർത്ത് ക്വാക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റിനെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഫിഫ്ത്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻറ്റിലിവർ ഫൂട്ടിംഗ് ആണ്. ഒരു എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ കോളങ്ങൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിനെയാണ് കാൻറ്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ എക്സെൻട്രിക് ഫൂട്ടിംഗ് ഫോർ ദ എക്സ്റ്റീരിയർ കോളം ആൻഡ് ആൻ കോൺസെൻട്രിക് ഫൂട്ടിംഗ് ഫോർ ദ ഇൻറ്റീരിയർ കോളം. ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കോളംസിന് തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രിക് ഫൂട്ടിങ്ങിനെയാണ് കാൻറ്റിലിവർ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഈ രണ്ട് ഫൂട്ടിങ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ എ സ്ട്രാപ്പ് ഓർ കാൻറ്റിലിവർ ബീം ഈസ് കണക്റ്റഡ്. രണ്ട് ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെൻറ്ററിൽ രണ്ട് കോളത്തിൻ്റെയും ബേസിലുള്ള കോൺസെൻട്രിക് ഫൂട്ടിങ്ങിനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള കാൻറ്റിലിവർ ഫൂട്ടിങ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് എക്സെൻട്രിക് ലോഡിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സൈറ്റ് ബൗണ്ടറി ലിമിറ്റേഷൻസ് ഉള്ള ഏരിയാസിൽ, അതല്ലെങ്കിൽ നമുക്ക് പില്ലറിന് ഡയറക്റ്റ്ലി താഴെ ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കോളത്തിന് താഴെ ഡയറക്റ്റ്ലി ഫൂട്ടിംഗ് കൊടുക്കാനുള്ള ആക്സസിബിലിറ്റിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതുപോലെ ബൗണ്ടറി ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എക്സെൻട്രിക് ലോഡിങ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അത്തരം ഏരിയാസിലെല്ലാം നമ്മൾ കാൻറ്റിലിവർ ഫൂട്ടിംഗ് ഉപയോഗിക്കാറുണ്ട്. സോ ഇത് നമ്മുടെ ഇൻറ്റീരിയർ കോളത്തിൻ്റെയും എക്സ്റ്റീരിയർ കോളത്തിൻ്റെയും ലോഡ് ട്രാൻസ്ഫറിനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകും. അതിനുള്ളൊരു കാപ്പബിലിറ്റി കാൻറ്റിലിവർ ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിനുണ്ട്. സോ ഇത്തരത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ്സിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഫൂട്ടിങ്ങിന് സെർട്ടൻ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ബേസിക്കലി കൊടുക്കാനുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഫിഗർ എന്ന് പറയുന്നത് കാൻറ്റിലിവർ ഫൂട്ടിംഗ്. അതിൻ്റെ പ്ലാനും എലിവേഷനുമാണ് കാണിച്ചിട്ടുള്ളത്. ഏറ്റവും ബോട്ടത്തിലുള്ള പ്ലാനാണ്. സോ നമുക്ക് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ റെക്റ്റാങ്കിളും അതിൻ്റെ ഉള്ളിൽ റെക്റ്റാങ്കിളും കാണാം. റൈറ്റ് സൈഡിൽ അതുപോലെ തന്നെ വലിയ റെക്റ്റാങ്കിളും അതിൻ്റെ ഉള്ളിൽ റെക്റ്റാങ്കിളും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉള്ളിലുള്ള റെക്റ്റാങ്കിൾ പില്ലേഴ്സ് അല്ലെങ്കിൽ കോളമാണ്, ബോട്ടത്തിലുള്ളത് അതിൻ്റെ ഫൂട്ടിങ്ങും. സെൻറ്ററിൽ കാണുന്ന ആ റെക്റ്റാങ്കുലർ പീസാണ് നമ്മുടെ സ്ട്രാപ്പ് അല്ലെങ്കിൽ കാൻറ്റിലിവർ ബീം എന്ന് പറയുന്നത്. അതിൻ്റെ എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് സൈഡിലും കോളം, അതിന് താഴത്തായിട്ട് ഓരോ അതിൻ്റെ ഫൂട്ടിങ് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സ്ട്രാപ്പും കാണാം. സോ ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റീരിയർ കോളം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻറ്റീരിയർ കോളം. സോ അത്രയും കാര്യങ്ങളാണ് കാൻറ്റിലിവർ ഫൂട്ടിങ്ങിൽ വരുന്നത്. എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ കോൺസെൻട്രിക് ഫൂട്ടിങ്സിനെ തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു സ്ട്രാപ്പോ കാൻറ്റിലിവറോ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് കാൻറ്റിലിവർ ഫൂട്ടിങ്സ് സക്സസ് ആവുന്നത്. ഓക്കെ, സിക്സ്ത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് ആണ്. സോ ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് ലോഡ് എബോവ് ആൻഡ് ഓപ്പണിംഗ് ടു ദ സപ്പോർട്ടിംഗ് വാൾ. ഒരു ഓപ്പണിങ്ങിന് മുകളിലുള്ള ലോഡിനെ അതിൻ്റെ സപ്പോർട്ടിംഗ് വാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സോ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ ടു വാൾസ് അറ്റ് ദ ബേസിലുള്ള ടു വാൾസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് ഇൻവേർട്ടഡ് ആർച്ച് ബീംസ് നമ്മൾ കൊടുക്കുന്നത്. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എൻഡ് കോളംസ് നമ്മൾ ഔട്ട്വാർഡ് പ്രഷർ കാരണം പുറത്തേക്ക് പ്രഷറൈസ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഡിസൈൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. ബിക്കോസ് ഈ ഒരു ആർച്ച് ടൈപ്പിലുള്ള ഫൂട്ടിംഗ് ആയതുകൊണ്ട് ഔട്ട്വേർഡിലേക്ക് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ എൻഡ് കോളംസ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഔട്ട്വാർഡ് പ്രഷറിന് കൂടി ഒരു റെസിസ്റ്റൻസ് ഉള്ള രീതിയിലായിരിക്കണം ആ എൻഡ് കോളംസ് ഡിസൈൻ ചെയ്യേണ്ടത്. കോമൺലി ബ്രിഡ്ജ് പില്ലേഴ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജ് പെയേഴ്സിൽ, റിസർവോയേഴ്സിൽ, ടാങ്ക് അല്ലെങ്കിൽ സപ്പോർട്ട് ഫോർ ഡ്രൈനേജ് വർക്കിലെല്ലാമാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ബേസിക് പറയേണ്ടത് ഓപ്പണിങ്സിൽ നിന്നും വരുന്ന ലോഡിനെ ഇഫക്റ്റീവ്ലി സപ്പോർട്ടിംഗ് വാൾസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് അതിൻ്റെ ഫിഗർ. ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിംഗ് കോളംസിനെ നമുക്ക് കാണാം. അവിടെ ഇൻവേർട്ടഡ് ഷേപ്പിലുള്ള ആർച്ച് ബീമാണ് അല്ലെങ്കിൽ ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എൻഡ് കോളത്തിന് ഔട്ട്വേർഡ് പ്രഷർ എക്സേർട്ട് ചെയ്യാനുള്ള സാധ്യത ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനുള്ളൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കൂടി ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഓക്കെ, ബ്രിഡ്ജ്, വാട്ടർ ടാങ്ക്സ്, സീവേജ് സിസ്റ്റം അത്തരത്തിലുള്ള ഏരിയാസിലെല്ലാമാണ് ഇത്തരത്തിലുള്ള ഇൻവേർട്ടഡ് ആർച്ച് ഫൂട്ടിങ്സ് ബേസിക്കലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓക്കെ, സെവൻത്ത് ക്ലാസിഫിക്കേഷനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബേസിക്കലി എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുള്ള ഐഡിയ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, സോ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ RSJ, റോൾഡ് സ്റ്റീൽ ജോയിസ്റ്റ്സ്.
നമ്മൾ സ്റ്റീൽ സെക്ഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാനൽ സെക്ഷൻസ് ഒക്കെ. സോ അത്തരത്തിലുള്ള റോൾഡ് സ്റ്റീൽ ജോയിസ് ഉപയോഗിച്ചിട്ടാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കുന്നത്. ഇത് മേ ബി ഒരു സിംഗിൾ ടയറിൽ അല്ലെങ്കിൽ ഡബിൾ ടയറിലായിട്ട് രണ്ട് രീതിയിൽ പ്ലേസ് ചെയ്യാറുണ്ട്. സിംഗിൾ അലൈൻമെൻറ്റിലുള്ളതും ഡബിൾ അലൈൻമെൻറ്റിലുള്ളതുമായിട്ട് രണ്ട് ടൈപ്പിൽ നമുക്ക് ഈ ഒരു RSJs അറേഞ്ച് ചെയ്തുകൊണ്ട് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കും. സോ ഡബിൾ ടയർ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് ടയറും ബോട്ടം ടയറും തമ്മിൽ റൈറ്റ് ആംഗിളിൽ ഡിഫറൻസ് ആയിരിക്കും. അതായത് 90 ഡിഗ്രി വേരിയേഷൻസിലായിരിക്കും ടോപ്പ് ടയർ വെച്ചിട്ടുള്ളത് എന്നർത്ഥം. സോ RSJ ഉപയോഗിച്ചാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് ഉണ്ടാക്കുന്നത്. സിംഗിൾ ടയറായിട്ടോ ഡബിൾ ടയറായിട്ടോ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഡബിൾ ടയറായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ടയർ ബോട്ടം ടയറുമായിട്ട് 90 ഡിഗ്രിയിൽ റൈറ്റ് ആംഗിളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, മെയിൻലി എത്ര തന്നെയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ദെൻ ഈ ഒരു സ്റ്റീൽ സ്ട്രക്ചർ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുള്ളൊരു കംപ്ലീറ്റ് സിസ്റ്റത്തിലേക്ക് എംബഡ് ചെയ്യും. ദ എൻറ്റയർ അറേഞ്ച്മെൻറ്റ് ഓഫ് റോൾഡ് സ്റ്റീൽ ജോയിറ്റ്സ് ആർ കംപ്ലീറ്റ്ലി എംബ്രോയിഡഡ് ഇൻ കോൺക്രീറ്റ്. സോ ഈ സ്റ്റീൽ ജോയിസ് സെക്ഷൻ റെഡി ആയി കഴിഞ്ഞാൽ അതിൽ നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്യും. ഈ കോൺക്രീറ്റ് ഫില്ലിങ് ചെയ്യുന്നത് അതിൽ അഡീഷണൽ ലോഡ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ബേസിക്കലി അതിൻ്റെ എലമെൻറ്റ്സ് സ്റ്റീൽ ജോയിസ്റ്റ് അതിൻ്റെ പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നട്ട്സ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് ഫിക്സഡായിട്ട് ഫർദർ കൊറോഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു കോൺക്രീറ്റിംഗ് ചെയ്യുന്നത്. ടു ആക്ട് എ കവർ അഗെയിൻസ്റ്റ് കൊറോഷൻ. ഓക്കെ, സോ അതിനെ കറക്റ്റ് അതിൻ്റെ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൊറോഷൻ ഫ്രീ ആക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് എംബഡിങ് നടത്തുന്നത്. ഓക്കെ, സോ ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ കോളത്തിനോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസിനോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഗ്രൂപ്പ് ഓഫ് കോളത്തിനായിട്ടും അല്ലെങ്കിൽ ഒറ്റ കോളത്തിനായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഹെവി സ്ട്രക്ചറൽ ലോഡ്സ് suitable for heavy structural loads from steel columns to soil having low bearing capacity. വളരെ വലിയ ലോഡ് സ്റ്റീൽ സ്ട്രക്ചറിൽ നിന്നുള്ള വളരെ വലിയ ലോഡ് വളരെ ലോ ബിയറിംഗ് കപ്പാസിറ്റിയുള്ള സോയിലിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അത്തരം ഏരിയാസിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. നമ്മുടെ റെയിൽവേ പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ ഒരു ടൈപ്പിലാണ് ലോഡ്സിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ട് എലിവേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കാണാൻ പറ്റും. ബോട്ടം ഫിഗറിൽ നമുക്ക് കാണാം, അതിൽ സെൻറ്ററിൽ നമ്മൾ സ്റ്റീൽ കോളം പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടൊരു ബേസ് പ്ലേറ്റ് നമുക്ക് കാണാം. അപ്പർ ടയറും ലോവർ ടയറും അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അത് 90 ഡിഗ്രി, ഞാൻ നേരത്തെ പറഞ്ഞ 90 ഡിഗ്രി വേരിയേഷൻസിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കുക. ദെൻ അതിൻ്റെ തന്നെ എലിവേഷൻ ഫിഗർ അവിടെ കാണാം. സ്റ്റീൽ കോളം അതിൻ്റെ ബോട്ടത്തിൽ സ്ലോപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് ബേസ് പ്ലേറ്റ് ഉണ്ട്. ദെൻ അതിൻ്റെ താഴത്ത് നമ്മൾ അപ്പർ ടയറും ലോവർ ടയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറിൽ എംബഡഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്നുള്ളതും എന്താണ് അതിൻ്റെ പർപ്പസ്, ഏതൊക്കെ രീതിയിൽ അത് അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ മാത്രം ഉണ്ടാക്കി വെക്കുക. അത്രേ നമുക്ക് ഈ ഒരു ടൈപ്സ് പഠിക്കുന്ന സിറ്റുവേഷനിൽ ആവശ്യമുള്ളൂ. ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എൻറ്റയർ ഏരിയ തന്നെ കോൺക്രീറ്റ് ഫൂട്ടിങ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു തരത്തിലുള്ള ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കമ്പൈൻഡ് ഫൂട്ടിങ് വിച്ച് കവേഴ്സ് എൻറ്റയർ ഏരിയ ബീനീത്ത് സ്ട്രക്ചർ. സ്ട്രക്ചറിൻ്റെ താഴത്തുള്ള എൻറ്റയർ ഏരിയ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫൂട്ടിങ്ങിനെയാണ് റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ്. ഒരു സിംഗിൾ കോൺക്രീറ്റ് സ്ലാബ് ആയിരിക്കാം മേ ബി അതല്ലെങ്കിൽ ആൻ ഇൻവേർട്ടഡ് ബീം ആൻഡ് സ്ലാബ് കൺസ്ട്രക്ഷൻ. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ബീം ആൻഡ് സ്ലാബ് കൺസ്ട്രക്ഷൻ ആയിട്ടോ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അവിടെ സംഭവിക്കുന്നൊരു കാര്യം, നമ്മുടെ ലോഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ സോയിൽ ബൈ ദി കണ്ടിന്യൂസ് സ്ലാബ് കവറിങ് എൻറ്റയർ ഏരിയ. ആ എൻറ്റയർ ഏരിയ കവർ ചെയ്യുന്ന സ്ലാബിൽ നിന്നാണ് സോയിലിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ജസ്റ്റ് ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ. അതായത് ജസ്റ്റ് ഇത് നമ്മുടെ ഒരു പെർട്ടിക്കുലർ കോളം അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം, 3 കോളംസ് ഉള്ളൊരു ഏരിയ. സോ അതിൻ്റെ താഴെ ഭാഗം മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫൂട്ടിങ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൽ മെയിൻ ബീംസും സെക്കൻഡറി ബീംസും ഉണ്ടാവും. സ്പാന് കൂടിയ ഡയറക്ഷനിൽ നമ്മൾ മെയിൻ ബീംസും സ്പാന് കുറഞ്ഞ ഡയറക്ഷനിൽ നമ്മൾ സെക്കൻഡറി ബീംസും പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ യൂഷ്വലി ഈ ഒരു റാഫ്റ്റ് ഫൗണ്ടേഷൻസ് അറേഞ്ച് ചെയ്യാറുള്ളത്. അതായത് ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്റ്റാങ്കുലർ ഗ്രിഡാക്കി ഡിവൈഡ് ചെയ്തു. അതിൽ കറക്റ്റ് കോളം പൊസിഷൻസ് ഉണ്ടായിരിക്കും. സോ ഫിഗറിൽ നിങ്ങൾക്ക് 2 ഫിഗർ നോക്കിയാലും കോളംസ് കാണാൻ പറ്റും. ആ കോളത്തിൽ ഏറ്റവും ഡിസ്റ്റൻസ് കൂടിയത്, കോളം ടു കോളം ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണോ വെർട്ടിക്കൽ ഡയറക്ഷനിലാണോ കൂടുതൽ എന്ന് നോക്കുക. കൂടുതലുള്ള ഡയറക്ഷനിൽ മെയിൻ ബീമും കുറവുള്ള ഡയറക്ഷനിൽ
വേർട്ടിക്കൽ ബീമുമായിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ അഡോപ്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയറിംഗ് കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറവും, അതുപോലെ തന്നെ വളരെ വലിയ ഹെവി ലോഡ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ വെൻ ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് ഓഫ് ഈച്ച് കോളംസ് റിക്വയർ ലാർജ് ഏരിയ, സെപ്പറേറ്റ് ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിന് വളരെ ലാർജ് ഏരിയ ആവശ്യമാണ് എന്നുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതിന് പകരം നമുക്ക് ഈ ഒരു ടൈപ്പ് മാറ്റ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൂട്ടിംഗ് കൊടുക്കാൻ പറ്റും. ബിക്കോസ് നമുക്ക് മൊത്തം ഏരിയ വെൻ ടോട്ടൽ ഫൂട്ടിംഗ് ഏരിയ ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ടോട്ടൽ ഏരിയ, അതായത് സെപ്പറേറ്റ്ലി ഓരോ ഫൂട്ടിംഗ് കൊടുക്കുന്നതിന് പകരം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഏരിയ കൺസപ്ഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാടധികം ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് കൊടുക്കുന്നതിന് പകരം ഏരിയ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കാൻ പറ്റും. ദെൻ സോയിൽ ഈസ് സഫിഷ്യൻ്റ്ലി ഇറാക്റ്റിക് സച്ച് ആസ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ്. ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സിനൊക്കെ സാധ്യതയുള്ള സോയിലാണ്, കറക്റ്റ് ഒരു യൂണിഫോം അറേഞ്ച്മെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത്തരത്തിലൊരു സിംഗിൾ കോൺക്രീറ്റ് ബ്ലോക്ക് എന്നുള്ള രീതിയിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദെൻ ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള സോയിലിൽ, കംപ്രസിബിലിറ്റി കൂടുതലുള്ള സോയിലിൽ നമുക്ക് റാഫ്റ്റ് ഫൗണ്ടേഷൻ ചൂസ് ചെയ്യാം. Then when localized weak spots or loop pockets in soil mass are suspected to detected. സെറ്റിൽമെൻറ്റ് പോലെ തന്നെ വീക്ക് ആയിട്ടുള്ള ഏരിയാസോ ലൂസ് പാക്ഡ് ആയിട്ടുള്ള സോയിലൊക്കെയുള്ള ഏരിയ ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കിത് പ്രിഫറബിൾ ആണ്. ദെൻ ടു കൗണ്ടറാക്ട് ദി ഇഫക്റ്റ് ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് അപ്ലിഫ്റ്റ്, ഹൈഡ്രോസ്റ്റാറ്റിക് അപ്ലിഫ്റ്റിംഗ് ഫോഴ്സിനെ കൗണ്ടറാക്ട് ചെയ്യാനും ഈ ഒരു മാറ്റ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലേക്കൊന്നും പോകണ്ട. സോ എന്താണ് സംഭവം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഏകദേശം 8ഓളം ക്ലാസിഫിക്കേഷൻസും എന്താണ് അതിൽ വരുന്ന കാര്യങ്ങളും എന്നുള്ളതാണ് പഠിക്കാനുണ്ടായിരുന്നത്. സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മിനിമം ഒരു 5 എണ്ണമെങ്കിലും വിത്ത് ഫിഗർ ആൻഡ് ഡീറ്റെയിൽസ് പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താങ്ക് യു.